സന്ദീപ് വാര്യർ തന്നെയാണ് എല്ലായിടവും ചർച്ച. ഇന്നത്തെ പാലക്കാട് സന്ദീപ് വാര്യരുടെ റോഡ് ഷോ ഒക്കെ കണ്ടില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വോട്ട് പിടിക്കാനായി. സന്ദീപ് വാര്യർക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് സംഘത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യയശാസ്ത്രങ്ങളും ആശയങ്ങളും ഒക്കെ വിട്ട് കോൺഗ്രസിൻ്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും 51 വെട്ടി TP ചന്ദ്രശേഖരനെ ഇല്ലാതാക്കിയ ഒരു പാർട്ടി തൊട്ടടുത്ത് നമ്മൾ കാണുന്നുണ്ട്. അതായത് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോയ കുലംകുത്തിയെ ഇല്ലാതാക്കിയ പാർട്ടി. സന്ദീപ് വാര്യർക്കും അത്തരത്തിൽ ചില ഭീഷണികൾ, ശത്രുക്കളൊക്കെ എവിടെയോ ഒരുങ്ങിയിരിക്കുന്നു. വില്ലനായ ഒരാൾ സന്ദീപ് വാര്യരുടെ പിന്നിൽ തന്നെയുണ്ട് എന്നൊക്കെ സോഷ്യൽ മീഡിയ സംസാരിക്കുന്നുണ്ട്. സത്യത്തിൽ സന്ദീപ് വാര്യർ ചെയ്തത് ചെറ്റത്തരം എന്നേ ഞാൻ പറയൂ. വ്യക്തിയല്ല, പ്രസ്ഥാനം തന്നെയാണ് എപ്പോഴും വലുത്. എന്താണ് പറയാനുള്ളത്? അല്ല, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി എന്നുള്ളത് എല്ലാവരെയും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ സന്ദീപ് കോൺഗ്രസിലേക്ക് പോയതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഗതികേട് കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു പാർട്ടിയിലേക്ക് ചെന്ന് കയറി എന്ന് ഞാൻ. പക്ഷെ ഒരു കാര്യം പറയാം, ചവിട്ടി പുറത്താക്കിയാലും അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. കാരണം സന്ദീപ് വാര്യരെ നെഞ്ചിലേറ്റുന്ന ഒരുപാട് RSS പ്രവർത്തകരുണ്ട്, BJP പ്രവർത്തകരുണ്ട്. 15-20 വർഷക്കാലം BJPക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി, ഓക്കെ, എല്ലാം ശരിയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങൾ അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ. അത് മറ്റാർക്കും ചിലപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയാത്തതിനും അപ്പുറമായിരിക്കാം അനുഭവിച്ച വേദനകൾ. പക്ഷേ ഒരു പ്രസ്ഥാനത്തെ ഒറ്റ രാത്രി കൊണ്ട് തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതുവരെ 20 കൊല്ലം അച്ഛ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരാളെ ഒരു 10 മിനിറ്റ് കൊണ്ട് അച്ഛനല്ലാതാക്കുന്ന ഒരു രീതിയിലേക്ക് സന്ദീപ് വാര്യർ മാറി എന്നുള്ളതാണ് എന്നെ അതിശയപ്പെടുത്തിയത്. മോദി ആരാധകനായ സന്ദീപ് വാര്യർ, സംഘത്തെയും RSSനെയും നെഞ്ചോട് ചേർത്ത് സന്ദീപ് വാര്യർ പറയുന്നു. ഇപ്പോൾ പാർട്ടിക്കകത്തുള്ള 1-2 പേർ തന്നെ അപമാനിച്ചു എന്ന് കരുതിക്കൊണ്ട് സംഘമല്ലാതാകുന്നില്ല, RSS അല്ലാതാകുന്നില്ല, RSSന്റെ ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒന്നും അതല്ലാതാകുന്നില്ല. ഒരു വ്യക്തികളെ കൊണ്ടും അത് ഇല്ലാതാക്കാനും കഴിയില്ല. അപ്പോൾ എത്ര ഗതികേട് എന്ന് പറഞ്ഞാലും പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ഇറങ്ങിപ്പോക്ക് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. പ്രാർത്ഥന തുടരാം, ക്ഷമിക്കുക ഇടയ്ക്കിടപെട്ടത്. അല്ല, ഈ സംഘം പ്രവർത്തകർ, അതായത് RSSന്റെ യഥാർത്ഥ സ്വയം സേവകരായിട്ടുള്ള ആളുകൾ പൂർണ്ണസമയ BJP പ്രവർത്തകരാകാറുണ്ടോ എന്നതൊരു ചോദ്യം തന്നെയാണ്. കാരണം അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം BJPയുടെ തെരഞ്ഞെടുപ്പ് സമയത്തും അല്ലാത്ത സംഘടനാ തലത്തിലുമൊക്കെ BJPയെ സഹായിക്കാൻ വേണ്ടി പ്രഭാരിമാരെയും സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിമാരെയൊക്കെ ആക്കി RSS ഒരു ആളുകളെ കൊടുക്കും. RSS അത് മേൽനോട്ടം വഹിക്കും. പക്ഷേ സംഘത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർക്ക് എന്താണ്, ഈ മാതൃഭൂമിയെ, നമ്മുടെ രാജ്യത്തെ അമ്മയായി കണ്ടുകൊണ്ട് അതിനെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ സനാതന ധർമ്മത്തെയൊക്കെ പരിപോഷിപ്പിക്കാനും ആ ഒരു സംസ്കാരം പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനും അതിനെ സംരക്ഷിക്കാനുമുള്ളൊരു വലിയ പ്രസ്ഥാനമാണ് RSS എന്ന് പറയുന്നത്. അതിൽ ഓരോ സ്വയം സേവകനും തനിക്കൊന്നും വേണ്ട, തനിക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടങ്ങളോ അല്ലെങ്കിൽ പൈസയോ ഒന്നുമില്ല. ഓരോ പ്രഭാരിമാരെ പോകുമ്പോൾ ധനികൊക്കെ വളരെ കൃത്യമായി അറിയാൻ കഴിയും. അവരൊക്കെ ഓരോ സ്ഥലങ്ങളിൽ കിടന്നുറങ്ങുന്നു, ഓരോ പ്രവർത്തകൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുന്നു, വല്ലപ്പോൾ ഭക്ഷണം ചിലപ്പോൾ ഇല്ലാത്ത സമയങ്ങളുണ്ടാകും. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നൊരു ആശയമാണ് സംഘം എന്ന് പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ BJPക്കാരൊക്കെ സംഘമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അല്ല എന്ന് മാത്രമേ പറയൂ. സംഘം ആണെങ്കിൽ ഒരിക്കലും സന്ദീപ് വാര്യരൊന്നും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഈ പറഞ്ഞ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംഘമാണോ? അല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് BJP ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, അവിടെ പൊളിറ്റിക്സ് മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ കോൺഗ്രസിനകത്തേക്ക് പോയത് അദ്ദേഹത്തിന് ആത്മാഭിമാനത്തിനേറ്റ മുറിവ് കൊണ്ടാണ്. അദ്ദേഹത്തെ ഒരു പൊളിറ്റീഷ്യൻ മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയതില്ലെങ്കിൽ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു രാത്രി കൊണ്ട് ഇത്രയും കാലം വിശ്വസിച്ചൊരു പ്രസ്ഥാനത്തെ, ഇത്രയും കാലം ജനങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് എൻ്റെ പ്രസ്ഥാനം, എൻ്റെ ആശയമെന്ന് അഭിമാനത്തോടെ പറഞ്ഞിരുന്ന അതെ, എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ആശയം, ഇത് അഭിമാനത്തോടെ പറഞ്ഞിരുന്ന സന്ദീപ് വാര്യർ, ഈ സന്ദീപ് വാര്യരാണ് ഒരു ദിവസം കൊണ്ട് പറയുന്നത് RSSുമായുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ മുറിച്ചു മാറ്റി, അതെ, മുറിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് അതും പോട്ടെ, എന്നിട്ട് പറയുകയാണ് RSSും BJPയും വർഗീയതയുടെ കൂടാരങ്ങളാണ്, അതെ, വെറുപ്പുൽപാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇന്നലെ വരെ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ മുകളിലോട്ട് നോക്കുകയാണ്. കാരണം ഇടതുപക്ഷത്തു നിന്ന് ഒരാൾ കോൺഗ്രസിലേക്കോ, കോൺഗ്രസിൽ നിന്ന് ഒരാൾ ഇടതുപക്ഷത്തേക്കോ വരുമ്പോൾ, അതെ, കോൺഗ്രസിൽ നിന്ന് ഒരാൾ ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ ആ പ്രശ്നമില്ല. കാരണം അവർ ഒരാശയത്തിൻ്റെ 2 വശങ്ങളാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. കുറച്ച് സോഷ്യലിസം ഇപ്പുറത്തും കുറച്ച് കമ്മ്യൂണിസം ഇപ്പുറത്തും മാത്രം ഒന്ന് വിതറിക്കഴിഞ്ഞാൽ അതിനെ തുലനം ചെയ്യാൻ കഴിയും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല.
എങ്ങനെയാണ് സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൽ പോയി നിന്നിട്ട് മോദിയെയും അമിത്ഷായെയും ഇവിടുത്തെ BJP നേതാക്കന്മാരെയും കേരളത്തിലെ BJP നേതാക്കന്മാർ പോകട്ടെ, BJP എന്ന ആശയത്തെയും എങ്ങനെയാണ് തള്ളിപ്പറയാൻ കഴിഞ്ഞത് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. വല്ലാത്തൊരു സങ്കടം തന്നെയാണ്. സന്ദീപ് വാര്യരിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അദ്ദേഹം പോയിക്കോട്ടെ, പ്രശ്നമില്ല, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹം ഇവിടുത്തെ നേതാക്കന്മാരെ കുറ്റപ്പെടുത്തിയൊക്കെ ശരി. പക്ഷേ ആ ദിനം മൊത്തത്തിൽ തള്ളിപ്പറഞ്ഞത് ശരിയായില്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഈ പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്വരം, അതാണ് നമ്മളൊക്കെ പഠിച്ചു വരുന്നത്. സംഘത്തിൻ്റെ ഒക്കെ ഒരു പെറ്റമ്മയും പിറന്ന നാടും അത് കഴിഞ്ഞേ ഉള്ളൂ RSSന് മറ്റെന്തും. അത് സ്വർഗത്തേക്കാൾ, സ്വർഗമെന്ന് പറയുന്ന ഒരു ലോകമുണ്ട് എങ്കിൽ അതിനേക്കാൾ മഹത്തരമാണ് പെറ്റമ്മയും പിറന്ന നാടും എന്നാണ് നമ്മളൊക്കെ RSSലുള്ളവരൊക്കെ സംഘത്തിലുള്ളവരൊക്കെ പഠിച്ചു വരുന്നത്. ആ പെറ്റമ്മയും പിറന്ന നാടിനെയും ഒരു ദിവസം കൊണ്ട് തള്ളിപ്പറയാൻ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. നമുക്ക് എത്ര വാഗ്ദാനങ്ങൾ വന്നാലും പണങ്ങൾ വാരി നമ്മുടെ തലയ്ക്ക് മീതെ എറിഞ്ഞാൽ നമ്മളുടെ ചോരയിൽ അലിഞ്ഞ ഒരു പ്രസ്ഥാനമുണ്ട്. നമ്മുടെ ചോരയിൽ അലിഞ്ഞുപോയ പ്രസ്ഥാനത്തെ മരണം വരെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. എത്രയോ പേരെ ചവിട്ടി പുറത്താക്കിയ പ്രസ്ഥാനമാണ് BJP. എത്രയോ നമുക്ക് പേരെടുത്ത് പറയാൻ കഴിയുന്ന എത്രയോ നേതാക്കളെ ചവിട്ടി പുറത്താക്കിയ അവരൊക്കെ പ്രസ്ഥാനത്തെ സ്നേഹിച്ചവരാണ്, അവനവനെ സ്നേഹിച്ചവരല്ല. പ്രസ്ഥാനത്തിനെതിരെ ഒരു വാക്ക് പോലും മിണ്ടാതെ ഇപ്പോഴും വീടുകളിൽ പാർട്ടിയിൽ പോലും വരാതെ പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രം ജീവിച്ച് വീടുകളിൽ ഒതുങ്ങിക്കൂടിയവരുണ്ട്. കാരണം തൻ്റെ ഒരു വാക്കുകൊണ്ട് പ്രസ്ഥാനത്തിന് ഒരു മോശപ്പേരുണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട്. സന്ദീപ് വാര്യരെ ഒരു BJP നേതാവ് എന്നതിലുപരി ഒരു സംഘപ്രവർത്തനായി കണ്ട ഒരാളാണ് ഞാൻ. കാരണം അതിൻ്റേതായ 100% ക്വാളിറ്റിയും സന്ദീപ് വാര്യരിൽ ഉണ്ടായിരുന്നു, ഒരു സംഘപ്രവർത്തകൻ എന്ന രീതിയിൽ. കാരണം അദ്ദേഹം പറയുന്ന വാക്കുകൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഹോംവർക്കോട് കൂടി വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്ന രീതി, BJPക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയെ നയിക്കാൻ ഇത്രയും കഴിവുള്ള ഒരു നേതാവ് ഇനി വളർത്തിയെടുക്കാൻ കഴിയുമോ എന്ന് നമുക്ക് സംശയമുണ്ട്. കാരണം 1000 കോഴിക്ക് ഒരു കാട എന്ന് പറയുന്നത് പോലെയാണ് സന്ദീപ് വാര്യർ. 1000 അണികളെ നമുക്കിനി ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ സന്ദീപ് വാര്യരെ പോലെ കരുത്തുറ്റ ആർജവമുള്ള നേതൃപാഠവുമുള്ള നയിക്കാൻ കഴിവുള്ള ഒരു നേതാവിനെ ഉണ്ടാക്കിയെടുക്കാൻ ഇനി വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നേതാക്കളുടെ ഭാഗത്തു നിന്നൊരു അനുനയിപ്പിക്കുന്ന സമീപനം, ഇപ്പൊ ഗോപാലകൃഷ്ണൻ പറയുന്നു ചീള് കേസാണ്, സന്ദീപ് വാര്യർ രാധാകൃഷ്ണൻ പറയുന്നു ചീള് കേസാണ്, പിന്നെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു ഏതുവരെ പോട്ടെ എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ അവസരം കൊടുത്ത് ഈ പാലക്കാട് കൃഷ്ണകുമാറിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണകുമാറിന് തിരിച്ചടിയാവുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ പാർട്ടിയെ തന്നെ ഇത്തരത്തിൽ പൊതുമധ്യത്തിൽ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടു നിർത്തേണ്ടതിൻ്റെ ആവശ്യകത ഇല്ലായിരുന്നു. കാരണം അവർ തന്നെ അത് കൃത്യമായി അനുനയിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം, വേണ്ട രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ സന്ദീപ് വാര്യർ ഓടിച്ചെന്ന് കൈ കൊടുക്കാൻ വലതിലേക്ക് പോകില്ലായിരുന്നു. ഇവിടെ സന്ദീപ് വാര്യർ അനുനയിപ്പിക്കാൻ ഒരാളില്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സന്ദീപ് വാര്യർ എല്ലാവരും തള്ളിക്കളഞ്ഞു. ഇലക്ഷന് ശേഷം സന്ദീപ് വാര്യരെ പുറത്താക്കും എന്നുള്ള ചില വിവരം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ സന്ദീപ് വാര്യറിന് കിട്ടിയത് കൊണ്ടാണ് പുറത്താക്കി കഴിഞ്ഞാൽ ആർക്കും വേണ്ടാത്ത ഒരാളായി സന്ദീപ് വാര്യർ മാറും. കാരണം ഇലക്ഷൻ സമയത്തെ എല്ലാവർക്കും ആളെ വേണ്ടു. അപ്പോൾ ഇലക്ഷൻ സമയത്ത് വന്നാൽ അതൊരു മൈലേജും കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ സന്ദീപ് വാര്യർ തനിക്ക് എവിടെയാണോ നിൽക്കാൻ പറ്റുന്നത് അവിടേക്ക് ഓടിച്ചെന്ന് കയറിയത്. ഇലക്ഷൻ കഴിഞ്ഞാൽ സന്ദീപ് വാര്യരെ കറിവേപ്പില പോലെ തള്ളിക്കളയുമെന്ന് അറിയാം. പക്ഷേ സന്ദീപ് വാര്യർ യഥാർത്ഥ സംഘപ്രവർത്തകനായിരുന്നുവെങ്കിൽ, മനസ്സിൽ സംഘത്തിൻ്റെ ആശയങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഒരിക്കലും സന്ദീപ് വാര്യറിന് കോൺഗ്രസിൻ്റെ വേദിയിൽ ചെന്നിരുന്ന മോദിയെയോ RSSനെയോ കുറ്റം പറയാൻ ഒരിക്കലും എന്താ പറയുക, യോഗ്യതയ്ക്കപ്പുറം മാനസികമായി അതിന് പറ്റില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ സന്ദീപ് വാര്യർ ചെയ്തത് ആത്മവഞ്ചന, അതാണ് യഥാർത്ഥ വാക്ക്, ആത്മവഞ്ചന. അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ചില ഭീഷണികളൊക്കെ എവിടെ നിന്നൊക്കെ വരുന്നുണ്ട് എന്ന് സോഷ്യൽ മീഡിയ പറയുന്നു, അറിയില്ല. കാരണം അദ്ദേഹത്തെ സ്നേഹിച്ച ഒരുപാട് പേർ ഈ പാർട്ടിയിലുണ്ട്. ഈ അണികൾക്ക് എന്ത് പാഠം നൽകിക്കൊണ്ടാണ് സന്ദീപ് വാര്യർ ഇറങ്ങിപ്പോകുന്നവരെല്ലാവരെയും കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് ആരും വിചാരിക്കരുത്. സന്ദീപ് വാര്യർ ഏറ്റെടുത്തത് സന്ദീപ് വാര്യർ വലിയ നേതാവായതുകൊണ്ടോ അല്ലെങ്കിൽ സന്ദീപ് വാര്യർ വന്നാൽ ഇപ്പോൾ കോൺഗ്രസ് അങ്ങ് ഭയങ്കരമായി വിപുലീകരിക്കാൻ കഴിയും, കോൺഗ്രസിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടോ അല്ല. ഇപ്പോൾ പാലക്കാട് രാഹുലിനെ വിജയിക്കാൻ കിട്ടിയ ആയുധമാണ്
സന്ദീപ് വാര്യർ. ആ ആയുധത്തെ അവർ നല്ലപോലെ മൂർച്ച കൂട്ടി എടുക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഇന്നലെ രാത്രിയൊക്കെ സന്ദീപ് വാര്യരുടെ റോഡ് ഷോ കണ്ടപ്പോൾ എനിക്ക് പുച്ഛമാണ് സന്ദീപ് വാര്യരോട് തോന്നിയത്. സത്യത്തിൽ ഒന്നുകിൽ നിങ്ങളുടെ പാർട്ടിയെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആരെടുത്തോ വ്യക്തിവൈരാഗ്യമോ നിങ്ങൾക്ക് ആരെടുത്തോ ശത്രുത മനോഭാവം എന്തോ ഉണ്ടാവട്ടെ, പക്ഷേ ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ നിങ്ങൾ ഒരു പാർട്ടിയിലേക്ക് നിങ്ങൾ പോയിക്കോളൂ, അത് കുഴപ്പമില്ല. ഒരു ഇലക്ഷൻ കഴിയുന്നത് വരെ എങ്കിലും നിങ്ങൾ വായടച്ച് മിണ്ടാതിരിക്കേണ്ട ഒരു പക്വത നിങ്ങൾ കാണിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ അത് നിങ്ങൾ കാണിച്ചില്ലാത്തത് കൊണ്ട് തന്നെ സന്ദീപ് വാര്യർ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ യഥാർത്ഥ RSSകാരനല്ല, നിങ്ങൾ യഥാർത്ഥ സംഘപ്രവർത്തകനല്ല, നിങ്ങൾക്ക് പ്രസ്ഥാനമല്ല വലുത്, പ്രസ്ഥാനത്തിന് വേണ്ടി ഭൂമി എഴുതി കൊടുത്ത ഒരു അമ്മയുടെ മകനാണെന്ന് നിങ്ങൾ എപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ആ അമ്മയ്ക്ക് പോലും നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തനം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. തീർച്ചയായും.